പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കോഴിക്കോട് മഴയില്ല, തൃശ്ശൂർ മഴയുണ്ട്, എറണാകുളത്ത് മഴയുണ്ട്. മനസ്സിലായില്ലേ? ഹൈലൈറ്റ് മള്ളടി വാടി അതാണ് പറയാനുള്ളത്. ഇവിടെ വേട്ടാവളിയ വാട എല്ലാം ഉണ്ട്. എനിക്ക് ഞാൻ ഒന്ന് സെൽഫായിട്ട് എടുത്തോട്ടെ. ഒന്ന് നീക്കോ കിട്ടും. ഇതിൽ കുടുങ്ങും. ലൈവല്ല, വേറെ ഒന്നല്ല, നോക്കണ്ട. എന്തൊരു കഷ്ടം. ഞാൻ നിങ്ങൾ എടുക്കണില്ല, ഞാൻ എന്നെയാണ് എടുക്കുന്നത്. അങ്ങനെ ഞാൻ ചതിക്കൂല. ഇത് എനിക്ക് വേറെ ആളെ കാണിക്കാൻ. എന്ത് ബിരിയാണി? കുറ്റിച്ചിറ ബിരിയാണി ഇല്ല, ഫേമസ് ആണ്. കോഴിക്കോട് വന്നിട്ട് കുറ്റിച്ചിറ ബിരിയാണിയാണ് കഴിച്ചത്. ഫേമസ് ബിരിയാണിയാണ്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന കേട്ടോ. അപ്പോൾ ഹൈലൈറ്റ് മാളിലാണ് കോഴിക്കോട്. അപ്പോൾ എന്നെ തല്ലുമെന്ന് പറഞ്ഞവരൊക്കെ പെട്ടെന്ന് വന്ന് എന്നെ തല്ലേണ്ടതാണ് എന്നറിയിക്കുന്നു. അപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ബാക്ക്ഗ്രൗണ്ടൊക്കെ ശരിക്കും ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. കോഴിക്കോട് ഹൈലൈറ്റ് മാളിലാണ്, കോഴിക്കോടാണ്. അപ്പോൾ എന്നെ കണ്ട തല്ലും ഞൊട്ടും വെട്ടും എന്നൊക്കെ പറഞ്ഞവർ പെട്ടെന്ന് തന്നെ വരേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കോഴിക്കോട് ഞാനുണ്ട്. ഇനി എന്നെ അന്വേഷിച്ച് ഗുരുവായൂർക്കൊന്നും വരേണ്ട ആവശ്യമില്ല, ഞാൻ കോഴിക്കോട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്നെ തല്ലാനുള്ള വേട്ടാവളിയനും മരപ്പട്ടി മോറിയും ഒക്കെ കൂടി വായോ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കണ്ടല്ലോ, കോഴിക്കോടാണ്, ഹൈലൈറ്റ് മാളിലാണ്. ഇവിടെ അഴകി ഹെയർ ഓയിലിൻ്റെ ലോഞ്ചിങ് ഉണ്ട്. അപ്പോൾ അതിന് വന്നതാണ്. അനുസിത്താരയുണ്ട്. അപ്പം വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഇനി എന്നെ തല്ലാനുള്ളവരൊക്കെ പെട്ടെന്ന് വന്ന് തല്ലിക്കോ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പെട്ടെന്ന് വരണേ, ഞാനിവിടെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. മനസ്സിലായി? ചിലരൊക്കെ എന്നെ അന്വേഷിച്ച് തല്ലാനായിട്ട് തൃശ്ശൂർക്ക് തൃശ്ശൂർക്ക് വണ്ടിയിൽ വരും എന്നൊക്കെ പറഞ്ഞു കേട്ടു. അപ്പം ഞാൻ എന്താ നിങ്ങളുടെ നാട്ടിൽ വന്നിട്ടുണ്ട്, പെട്ടെന്ന് വന്ന് തല്ലിക്കോ, അതാണ് പറയാനുള്ളത്. വേഗം വരണേ, തല്ല് വാങ്ങിക്കാനായിട്ട് ഞാൻ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഹൈലൈറ്റ് മാള് കോഴിക്കോട്. അപ്പം എൻ്റെ ബാക്കിൽ കണ്ട ഇത് കണ്ട ഒരു കൂട്ടം കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ അഴകി എന്ന ഹെയർ ഓയിലിൻ്റെ ബ്രാൻഡ് ലോഞ്ചിങ് ആണ് നടക്കുന്നത്. അനുസിത്താരയാണ് വരുന്നത്. അപ്പോൾ എൻ്റെ ബാക്കിൽ നിൽക്കുന്ന ഫുൾ പേഴ്സൺ മീഡിയക്കാരാണ്, ഓൺലൈൻ മീഡിയക്കാരാണ്. അനുസിത്താരേനെ കവർ ചെയ്യാൻ നിൽക്കുകയാണ്. കണ്ടല്ലോ, കോഴിക്കോടുള്ളതുകൊണ്ട് പിന്നെ നമ്മുടെ ടീമുണ്ട്. അങ്ങനെ കുറേ മീഡിയക്കാരുണ്ട് കേട്ടോ.